ഹലോ, എന്താണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും ഹാപ്പി അല്ലേ? നാളെ സൺഡേ ആണല്ലേ, അപ്പോൾ എല്ലാവരും ഒരു ദിവസത്തെ ലീവൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. ആർക്കൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ചെറിയ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നമുക്ക് മറന്നേക്കിടാം. അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അൺകൺട്രോളബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരിത്തിരി സമയം ഒറ്റയ്ക്ക് പോയിരുന്ന് വാതിലടിച്ച് അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ കയറി ഒന്ന് പൊട്ടിക്കരഞ്ഞേക്കുക. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീരും. പിന്നെ നമ്മളെപ്പോഴും ദുഃഖം വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ഈശ്വര എനിക്ക് മാത്രം എന്തായി വിധി, ഞാൻ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലടാ. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. അത് ഒരു സമയം കഴിയുമ്പോൾ സങ്കടവും സന്തോഷവുമായി മാറും. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അമ്മ എന്നോട് പറയും, മോളെ സങ്കടപ്പെടേണ്ട, കാരണം എന്തോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നല്ലൊരു കാലം നിന്നെ കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിനക്ക് ദൈവം വിഷമം തരുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ട് നമുക്ക് എന്തോ നല്ലത് വരാൻ പോകും, അതുകൊണ്ട് നമ്മളിപ്പോൾ വിഷമിക്കുന്നു. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് വിഷമിക്കുന്ന, ഈ ലോകത്ത് പല തരത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടടാ. ഇപ്പോൾ എന്നെ തന്നെ നോക്ക്, എന്നെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എപ്പോഴും വളരെ ഹാപ്പിയാണെന്ന്. കാരണം എൻ്റെ മുഖം എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് ഞാൻ വെക്കാറുണ്ട്. പക്ഷെ ഞാനും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. കൂടുതൽ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും അറിയുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലല്ലേ ഒരു പരിധിവരെ നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യൂ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇനി സങ്കടപ്പെട്ടിരിക്കുമോ? അപ്പം നമുക്കൊരു പാട്ട് പാടാം അല്ലേ? ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തീരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തീരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി, കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുന്നേ തുമ്പക്കുടത്തിൽ തുള്ളി തുള്ളി വാ. ഒരു മണി തെന്നലിൽ നീതിലേ വാ. അപ്പോൾ നാളെ മുതൽ സങ്കടങ്ങളൊക്കെ മാറ്റി വെക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ബൈ.